إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فسبح بحمد ربك واستغفره إنه كان توابا. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളായി ഭയഭക്തിയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു. നന്മകളാൽ സമൃദ്ധവും ആരാധനകൾ കൊണ്ട് അലങ്കൃതവുമായ പരിശുദ്ധ റമദാനിലെ 2/3 ഭാഗവും നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും അനുഗ്രഹീതമായ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല 10 ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്സിൻ ആഖിബതനാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും അവസാനം നീ നന്നാക്കി തീർക്കണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഏതൊരു കർമ്മമായിരുന്നാലും അത് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ആവേശവും താല്പര്യവും, കർമ്മങ്ങളോടുള്ള താല്പര്യവും ഇഷ്ടവും സംതൃപ്തിയുമൊക്കെ ആ കർമ്മങ്ങളുടെ അവസാനം എത്തുമ്പോഴേക്കും കുറഞ്ഞു വരുന്നതാണ് സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. റമദാനിലെ നോമ്പ് തന്നെ എടുത്തു നോക്കൂ. തുടങ്ങുന്ന ദിവസം പള്ളിയിലുള്ള ആളുകൾ നോക്കി പരിശോധിച്ചാൽ മതി. നമ്മൾ അന്ന് രാത്രി നമസ്കാരങ്ങൾക്ക് പള്ളി നിറച്ച ആളായിരിക്കും. അല്ലെങ്കിൽ റമദാനിലെ ആദ്യ ദിനങ്ങളിൽ ഏത് കാര്യങ്ങൾക്കും വളരെ മുൻപന്തിയിൽ ഉണ്ടാവും എല്ലാവരും. പക്ഷെ റമദാൻ അവസാനമാകുമ്പോഴേക്കോ ആളുകൾ എങ്ങനെ കുറയും. നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ, അത്രയും ആളുകൾ രാത്രി നമസ്കാരങ്ങൾക്ക് ഉണ്ടാവില്ല. മറ്റ് ആരാധനാ കർമ്മങ്ങളുടെയൊക്കെ താല്പര്യം ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്.
യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത് ഏറ്റവും അവസാനം വരെയും അവസാന നിമിഷം വരെയും നാം അനുഷ്ഠിക്കുന്ന ആരാധനാ കർമ്മങ്ങളുടെ ആ പവിത്രത അതേപോലെ നിലനിർത്തിക്കൊണ്ട് അവസാനം വരെയും ഉണ്ടാകണം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബത്തിനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം നീ നന്നാക്കി തീർക്കണമേ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകമായി ഒരുങ്ങുമായിരുന്നു എന്നാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇദാ ദഖലൽ അശറ, റമളാനിലെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹിയൽ ലൈല, റസൂലുള്ളാഹ് രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു. രാത്രി പരിപൂർണമായും ഉറങ്ങുകയില്ല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. രാത്രിയിലെ അധിക സമയവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാതെ ഇബാദത്തിൽ മുഴുകി ജീവിക്കുമായിരുന്നു. അഹ്യൽ ലൈല വഅയ്ഖദ അഹ്ലഹു, തന്റെ കുടുംബത്തിനെ പ്രവാചകൻ വിളിച്ചുണർത്തും. ഇത് പവിത്രമായ ദിവസങ്ങളാണ്, അനുഗ്രഹീതമായ ദിവസങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ അധികം ഉറങ്ങി തീർക്കേണ്ടതല്ല. നിലമറിച്ച് കുറച്ചൊക്കെ ഉറക്കമൊഴിച്ചിട്ട് ഇബാദത്തുകൾ മുഴുകി ദിക്റിലും സലാത്തിലും ഖുർആൻ പാരായണത്തിലൊക്കെ മുഴുകി ചിലവഴിക്കേണ്ട ദിവസങ്ങളാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഐഖദ അഹ്ലഹു, തന്റെ കുടുംബത്തെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചുണർത്തുമായിരുന്നു. അഹിയൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു. ആയിഷ തന്റെ വാക്ക് കടമെടുത്താൽ റസൂലുള്ളാഹ് കഠിനമായി പരിശ്രമിക്കുമായിരുന്നു. വശദ്ദൽ മിഅ്സറ, അതിനുവേണ്ടി ഉപയോഗിച്ച വാക്കാണത്. വശദ്ദൽ മിഅ്സറ, തന്റെ മുണ്ട് മുറുക്കി ഉടുക്കുമായിരുന്നു എന്നാ. മുണ്ട് മുറുക്കി ഉടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴാണല്ലോ നമ്മളെ വസ്ത്രമൊക്കെ മുറുക്കി എടുക്കുന്നത്. അതേപോലെ അവസാനത്തെ 10ലെ നന്മകൾ മുഴുവൻ നേടിയെടുക്കാൻ വേണ്ടി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഒരുങ്ങുമായിരുന്നു എന്ന്. തന്റെ മുണ്ട് മുറുക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഒരുങ്ങുമായിരുന്നു എന്നാ. അപ്പൊ അതുകൊണ്ട് ഈ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത കൂടിയ ദിവസങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ 20 ദിവസങ്ങളെ പോലെയല്ല. ഈ അവസാനത്തെ 10 ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ആ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാം. അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അവൻ ഇസ്തിഗ്ഫാറിന് സമയം കണ്ടെത്തണം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനാകട്ടെ അവന്റെ ജീവിതത്തിൽ അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും, അബദ്ധങ്ങൾ സംഭവിച്ചു പോയി. ചിലപ്പോൾ അവന്റെ വർത്തമാനത്തിലായിരിക്കാം, ചിലപ്പോൾ പെരുമാറ്റത്തിൽ ആദരവ് കാണിക്കേണ്ടവരോട് പെരുമാറ്റത്തിലെ കുറവുകൾ വന്നു പോയിട്ടുണ്ടാകും. അതേപോലെ ചില ന്യൂനതകൾ, സംസാരത്തിൽ പെരുമാറ്റത്തിലൊക്കെ ന്യൂനതകളും കുറവുകളൊക്കെ വന്നു പോകും. ഇബാദത്തുകളിൽ കുറവ് വരുന്ന ആളുകളുണ്ട്. എന്തിനേറെ തന്റെ വിശ്വാസ കാര്യങ്ങളിൽ മഹാ അപരാധമായ ശിർക്ക് കലർത്തുന്ന ആളുകൾ പോലും ഉണ്ടായിട്ടുണ്ടാകും. അവർക്ക് തങ്ങളുടെ തെറ്റുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അള്ളാഹുവിലേക്ക് തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു സമയം കൂടിയാണ് പരിശുദ്ധ റമളാനിലെ ഈ പവിത്രമായ ദിനരാത്രങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, പരിശുദ്ധ ഖുർആന്റെ ഒരു ആഹ്വാനമാണത്. ഖുർആൻ നമ്മോട് പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങൂ. തൗബതൻ നസൂഹ, നസൂഹായ പശ്ചാത്താപം. ഈ നസൂഹ് എന്ന വാക്കിനെ മുഫസ്സിറുകൾ കുറെ വിശദീകരണം നൽകിയിട്ടുണ്ട്. നസൂഹ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സ് നിഷ്കളങ്കമായി ഏറ്റവും ആത്മാർത്ഥമായി റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്നതിനാണ് നസൂഹ എന്ന് പറയുന്നത്. അതിന് ചില വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചെയ്തു പോയ അബദ്ധങ്ങളെ കുറിച്ച് ഓർമ്മ വേണം. എന്നിട്ട് നമ്മളൊരു തീരുമാനം എടുക്കണം, ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങി പോവുകയില്ല എന്ന നിശ്ചയദാർഢ്യം അവരുണ്ടാകണം. അങ്ങനെ നല്ല മനസ്സുറപ്പോടുകൂടി റബ്ബേ, ഇനി ഞാൻ ആ തെറ്റിലേക്കൊന്നും മടങ്ങി പോകില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തു പോയ അബദ്ധങ്ങൾ നീ എനിക്ക് മാപ്പരുളയണമേ എന്ന് ആത്മാർത്ഥമായി
ആത്മാർത്ഥമായി നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നതിനെയാണ് തൗബത്തൻ നസൂഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖുർആന്റെ ആഹ്വാനം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുക. ഇതിനെയാണ് തൗബ എന്ന് പറയുന്നത്. നാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനെ ഇസ്തിഗ്ഫാർ എന്ന് പറയും. അള്ളാഹു റസൂൽ എങ്ങനെയായിരുന്നു? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് പറയുന്നുണ്ട്. അത് അള്ളാഹു റസൂൽ അങ്ങനെ തന്നെ പറയാ, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടത്രോ, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാറുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് എന്താ? അള്ളാഹുവേ, എനിക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണേ, എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരണേ. ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹു റസൂൽ പറയാ, തീർച്ചയായും ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. വഅതൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങും. വലിയ പാപം ചെയ്തിട്ടല്ല അള്ളാഹുന്റെ റസൂല്, അല്ലെ? അള്ളാഹുന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, പാപരഹിതനാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവല് പ്രവാചകന്മാർക്ക് ഉണ്ടാകും. അവരെങ്ങനെ വൻപാപങ്ങളോ പാപങ്ങളോ ചെയ്യുന്നവരല്ല. അവര് അള്ളാഹുവിന്റെ പ്രത്യേകമായ രക്ഷയും പരിരക്ഷയും ഉണ്ടാകുന്ന ആളുകളാണ്. പക്ഷെ അള്ളാഹു റസൂൽ പറയുന്നത് എന്താ? ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്. വഅതൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങാറുണ്ട്. വഫിൽ യൗമി അക്സറ മിൻ 70 മറ, ഒരു ഹദീസിൽ വന്നതാ. പല ഹദീസുകളുണ്ട് ഈ വിഷയത്തിൽ. ഇവിടെ പ്രവാചകൻ പറയുന്നത് ഫീ യൗമിൻ അക്സറ മിൻ 70 മറ, ഓരോ ദിവസവും 70 പരം പ്രാവശ്യം ഞാൻ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാറുണ്ട് കേട്ടോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, മഅസൂമായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുവെങ്കിൽ, നമ്മൾ എത്രമാത്രം അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം, അള്ളാഹുവിനോട് എത്രമാത്രം ദുആ ചെയ്യണം, അള്ളാഹുവിനോട് എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം, നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നമ്മൾ ധാരാളമായി അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ റമദാനിലെ ഈ അവസാന ദിവസങ്ങളിലുള്ള ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമ്മൾ സമയം കണ്ടെത്തുക. ഫസ്ബിർ, അള്ളാഹു പറയാ, ഫസ്ബിർ, നീ ക്ഷമ കൈകൊള്ളുക. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ അബദ്ധങ്ങൾ, ദംബ് എന്ന് പറഞ്ഞ പാപങ്ങളാണ്, നിന്റെ പാപങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നീ പശ്ചാത്തപിച്ച് മടങ്ങുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക, വസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവന് നീ തസ്ബീഹ് ചെയ്യുക. രാവിലെയും വൈകുന്നേരവും ഒക്കെ ആ ശ്രേഷ്ഠമായ സമയങ്ങളുണ്ടല്ലോ, ആ സമയങ്ങളൊക്കെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് റബ്ബിനോട് അള്ളാഹുവേ ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. ഏകാഗ്രനായിരുന്നു കൊണ്ട്, ഒരൽപ്പം കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് റമദാനിലെ ഈ ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു അടിമ അള്ളാഹുവിന് മുമ്പിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, അവന്റെ മനസ്സ് നോവുന്നുണ്ട്, അവന്റെ ഹൃദയം വിങ്ങുന്നുണ്ട്, ആത്മാർത്ഥമായ റബ്ബിന് മുമ്പിൽ മനസ്സ് തുറന്നുകൊണ്ട് തന്റെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരടിമ, ആ അടിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ അടിമയുടെ പ്രത്യേകത പറയാ, ഒരു പശുവിന്റെ അകിട്ടിൽ നിന്ന് പാല് കവർന്നെടുത്താൽ ആ പാല് പിന്നീട് അകിട്ടിലേക്ക് തിരിച്ചു പോകില്ലല്ലോ, അതേപോലെ ഒരു അടിമ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവൻ ഒരിക്കലും നരകപ്രവേശനം, അവൻ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിക്കുക. ഉദാഹരണ റസൂൽ പറഞ്ഞത്, ഒരിക്കലും പ്രവേശിക്കാത്തൊരു കാര്യം അല്ലെ, പാലൊരിക്കലും അകിട്ടിലേക്ക് തിരിച്ചു ചെല്ലൂല. അതേപോലെയാണ് അള്ളാഹു റസൂൽ വിശദീകരിക്കുന്നത്, ഒരു അടിമ തന്റെ റബ്ബിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തുകയാണ്. കൈകൾ ഉയർത്താന്ന് പറഞ്ഞാലേ, നമ്മൾ റബ്ബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങണമെങ്കിൽ നമ്മുടെ മനസ്സ് വിനീതമാകണം. നമ്മുടെ മനസ്സ് വിനീതമാകുമ്പോഴാണ് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കൈകൾ ഉയർത്തുക. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകാൻ എന്താണെന്നറിയോ? ഒരു ഇസ്തിഗ്നാഅാണ്, ഒരു സ്വയം പര്യാപ്തത. ഞാൻ ഇത്രയൊക്കെ ആയിട്ടില്ലേ,
ഇനി ഞാനിങ്ങനെ എന്തിനാണ് ഇത്ര വിനയത്തോടുകൂടി എന്റെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവേ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ തൗബ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ഇസ്തിഗ്നാഇന്റെ ആളുകളുണ്ട്. സ്വയം പര്യാപ്തരാണ്. എനിക്ക് ഞാൻ തന്നെ മതി, എനിക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ നിർവഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന് മുമ്പിൽ കൈകൾ ഉയർത്താൻ കഴിയില്ല. സഹോദരങ്ങളെ, അങ്ങനെ ആകാൻ പാടില്ല. നേരെ മറിച്ച് പ്രവാചകന്റെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാറിന് വേണ്ടി, തൗബയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ട അനുഗ്രഹീതമായ സമയങ്ങളാണ് സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ റമദാനിലെ അവസാനത്തെ ശ്രേഷ്ഠകരമായ ഈ 10ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി ഒരു കർമ്മം ചെയ്യുമായിരുന്നു. ആ കർമ്മം എന്താണെന്നറിയോ? റസൂലുള്ളാഹ് അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുമായിരുന്നു എന്നാ. അല്ലാഹുവിന്റെ റസൂൽ ഇത്തിക്കാഫിരിക്കുമായിരുന്നു. കാന യഅ്തകിഫു അൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ കാന യഅ്തകിഫു, പ്രവാചകൻ ഇത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്. ഹദീസിലെ വചനം നോക്കൂ, പ്രവാചകൻ മരിക്കുന്നത് വരെ, പ്രവാചകന്റെ വഫാത്ത് എത്തുന്നത് വരെയും എല്ലാ വർഷവും റമദാനിലെ അവസാനത്തെ 10 പ്രവാചകൻ ഇങ്ങനെ ഒരുങ്ങും. ആ ഒരുങ്ങത്തിന്റെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? ഇത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു പള്ളിയിൽ. പിന്നീട് പ്രവാചകന്റെ ഭാര്യമാർ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുമായിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാല് ഭൗതികമായ കെട്ടുപാടുകളൊക്കെ ഒഴിവാക്കി പള്ളിയിൽ ദിക്റും ദുആകളും ഖുർആൻ പാരായണമൊക്കെ ഒക്കെ ആയിക്കൊണ്ട് പള്ളിയിൽ ചിലവഴിക്കുന്നതിനെയാണ് ഇത്തിക്കാഫ് എന്ന് പറയുന്നത്. നമ്മൾ റമദാൻ അവസാനം ആലോചിച്ച് നോക്കൂ, ചില ആളുകൾ റമദാനിലെ അവസാനത്തെ 10 രാപ്പകലുകൾ, രാവും പകലും പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. സ്ത്രീകളുടെ അങ്ങനെ കഴിച്ചു കൂട്ടുന്ന ആളുകൾ ഭക്ഷണം വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ട് പള്ളിയിൽ തന്നെ 10 ദിവസവും കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. ഇനി അതല്ല, നമുക്കിപ്പോ രാത്രിയിൽ വന്നിങ്ങനെ പള്ളിയിൽ ഇരുന്ന് ഒരു രാത്രി റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ദുആവും ഇസ്തിഗ്ഫാറും തൗബയും ഖുർആൻ പാരായണം ഒക്കെ ആയിക്കൊണ്ട് ഒരു രാവ് നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റോ? ഒരു രാത്രിയെങ്കിലും ഒരു അധിക സമയം ഉറക്കമൊഴിച്ചുകൊണ്ട്, ഒരു രാത്രിയിലെ അധിക സമയം ഉറക്കമൊഴിച്ചുകൊണ്ട് അങ്ങനെ പള്ളിയിൽ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ പള്ളിയിൽ ഇരുന്നാൽ അതിനുള്ള പ്രതിഫലം വളരെ വലുതാണത്. കാരണം ഭൗതികമായ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കി അവരങ്ങനെ പള്ളിയിൽ ഇരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ ചെയ്യുമായിരുന്നു എന്നാ, പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുമായിരുന്നു അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ. എന്തിനാ അങ്ങനെ ഇത്തിക്കാഫൊക്കെ ഇരിക്കുന്നത്? എന്തിനാണ് ഈ അവസാനത്തെ 10 ധാരാളം സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത്? എന്തിനാണ് ധാരാളം സമയം ഇസ്തിഗ്ഫാറും തൗബയും ആയിക്കൊണ്ടൊക്കെ കഴിച്ചു കൂട്ടുന്നത്? അത് നമുക്കറിയാം. അള്ളാഹു വിശദീകരിച്ചതുപോലെ ഈ അവസാനത്തെ 10 ശ്രേഷ്ഠകരമായ ഒരു ദിവസമുണ്ട്. ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം. ആ ശ്രേഷ്ഠകരമായ ദിവസത്തിന് അള്ളാഹു വിളിച്ച പേര് ലൈലത്തുൽ ഖദ്ർ എന്ന. അത് അള്ളാഹുവിന്റെ പേരാണ്, ലൈലത്തുൽ ഖദ്ർ, ഖദ്റിന്റെ രാവ് എന്ന്. അങ്ങനെ ഒരു സൂറത്ത് തന്നെ അല്ലാഹു അവതരിപ്പിച്ചു, സൂറത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സൂറത്താണത്. പരമാവധി മനപ്പാടമുള്ള, അധികം ആളുകളും മനപ്പാടമുള്ള ഒരു സൂറത്ത്. ആ സൂറത്ത് പരിശുദ്ധ ഖുർആന്റെ അവതരണത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഖുർആന്റെ അവതരണം, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിന്റെ പ്രത്യേകത തന്നെ ഖുർആൻ അവതരിച്ച മാസമാണല്ലോ റമദാൻ മാസം. ആ റമദാനിലെ ഖുർആൻ അവതരിച്ച ആ ദിനത്തെ കുറിച്ച് ഖുർആൻ തന്നെ വിശദീകരിക്കുക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. നാം ഈ ഖുർആനിനെ ഖദ്റിന്റെ രാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ലൈലത്തുൽ ഖദ്ർ. എന്താണ് ഈ ഖദ്റിന്റെ രാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. അത് 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാവാണ്,
ഒരു പുരുഷായുസിനേക്കാൾ ഉത്തമമായ രാവ്. ഒരാൾ എത്ര വയസ്സിലും ജീവിച്ചിരിക്കുന്നുണ്ട്? നമ്മളൊക്കെ 83 വർഷക്കാലം 4 മാസവും ഒരാള് നന്മ ചെയ്യുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതിനേക്കാൾ ശ്രേഷ്ഠകരമായ, അതിനേക്കാൾ പ്രതിഫലാർഹമായ ഒരു രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന ഖുർആൻ വിശദീകരിക്കുന്നത്. ആ ലൈലത്തുൽ ഖദറിന്റെ രാവ് കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ചില ആളുകളുണ്ടല്ലോ, യൂട്യൂബ് പ്രാസംഗികർ, അവർ പറയുന്നത്, അതിലൊരാൾ പറയുന്നത് കേൾക്കാം, ലൈലത്തുൽ ഖദർ അങ്ങനെ കഴിഞ്ഞുപോയി, അതിങ്ങനെ എല്ലാ വർഷവും വരികയില്ല എന്നാ. പക്ഷേ മഹദി ആയിഷ ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, തഹറു, നിങ്ങൾ അതിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം, തേടിക്കൊണ്ടിരിക്കണം, നിങ്ങൾ അതിനെ തേടി പിടിക്കണം. നിങ്ങൾ ആ രാവിലെ കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. അത് ഓരോ വർഷവും സത്യവിശ്വാസികൾക്ക് അല്ലാഹു നൽകുന്ന മഹത്തായ ഒരു സമ്മാനമാണ് ലൈലത്തുൽ ഖദർ. ഒരു വലിയ സമ്മാനം. എന്താ സമ്മാനം? ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാവ് അല്ലാഹു നമുക്ക് സമ്മാനമായിട്ട് ഇങ്ങനെ നൽകണം. പിടിച്ചോ, വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോ. ആ ലൈലത്തുൽ ഖദറിൽ അതിന്റെ പുണ്യങ്ങൾ നിങ്ങൾ നേടിയെടുത്താൽ, ആ ലൈലത്തുൽ ഖദറിൽ അനുഷ്ഠാനങ്ങൾ, ഇബാദത്തുകൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത് 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ പ്രതിഫലമാണ് എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം ലംഘിക്കപ്പെടുകയില്ലല്ലോ. അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 മുഴുവൻ രാവുകളെയും ആ മുഴുവൻ ദിനങ്ങളെയും സവിശേഷമായി ഒരുങ്ങി റെഡിയായി ആ നന്മ നേടിയെടുക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആ രാവിന്റെ ശ്രേഷ്ഠത ഇത്രയുണ്ടെന്ന് ഖുർആൻ വിശദീകരിച്ചത്. ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറി. എന്താ രാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? തനസ്സലുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദറിന്റെ ദിവസം. ലൈലത്തുൽ ഖദറിന്റെ ദിവസം അങ്ങനെയാണ്. നമുക്കറിയാം ഹദീസുകളിൽ വഇന്നൽ മലായികത തിൽക്കൽ ലൈല അക്സറ ഫിൽ അർളി മിൻ അദദിൽ ഹസ്വ. അടുത്തമാർ വിശദീകരിക്കുക. ആ ദിവസം എന്ന് പറഞ്ഞാലേ ഈ ഭൂമിയിലെ മണൽത്തരികളെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് നിറയുന്ന ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ ദിവസം. അത്രയേറെ ശ്രേഷ്ഠകരമാണത്, അത്രയേറെ ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ട് മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട്, ഈ ഭൂമിയിൽ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് മലക്കുകളാൽ നിറയ്ക്കപ്പെടുന്ന ഒരു സുദിനമാണ് ലൈലത്തുൽ ഖദറിന്റെ സുദിനം എന്ന് പറഞ്ഞാൽ. ആ മലക്കുകൾ ഇബാദത്തിലായി മുഴുകിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണത്. അതുകൊണ്ട് ആ ദിവസത്തിന്റെ ശ്രേഷ്ഠത ആരെങ്കിലും നേടിയെടുത്താൽ അവന് ലഭ്യമാകുന്ന പ്രതിഫലം അത്രയും വലുതാണ്. മൻ ഖാമ ഫീ ലൈലത്തുൽ ഖദർ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം കൂടി പറഞ്ഞു, മൻ ഖാമ ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ അവന്റെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ് എന്നുകൂടി റസൂലുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അത് 27-ാം രാവാണ് എന്ന് വിശ്വസിച്ചിരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞെന്താ? തഹറു ലൈലത്തുൽ ഖദർ ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ പ്രതീക്ഷിക്കുക എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞില്ലേ 27-ാം രാവിനാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ 27-ാം രാവിന് മാത്രമായി കണ്ട് ഒരുങ്ങുകയും ചെയ്തിട്ടില്ല. അന്ന് പ്രത്യേകമായി ഒരുങ്ങിയിട്ടില്ല. നിറമറിച്ച് അവസാനത്തെ 10 മുഴുവൻ ദിവസങ്ങളെയുമാണ് പ്രവാചകൻ തെരഞ്ഞെടുത്തത്. അതിനെ ഇൽതമിസൂഹ എന്ന് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അതിനെ കണ്ടെത്തണമെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ അവസാനത്തെ 10 മുഴുവൻ ദിനങ്ങളും നമ്മൾ ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കണം. വിശിഷ്യ അതിന്റെ ഒറ്റയൊറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിലെ നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി അന്ന് നമ്മൾ ഇബാദത്തുകൾ മുഴുകണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇമാം ഇബ്നു റജബ് പറയുന്നുണ്ട്, ഖാല ഇബ്നു റജബ്, മഹാനായ ഇബ്നു റജബ് പറഞ്ഞു, യാ മൻ ഉംറുഹു, ആയുസ്സിനിടയ്ക്ക് കർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്റെ ആയുസ്സിനെ നഷ്ടപ്പെടുത്തിയ ആളുകളുണ്ട്.
അവരോട് മഹാനായ ഇബ്നു ജബ്ർ പറയാണ്, ഇസ്തദ്രിക് മാ ഫാതക ഫീ ലൈലത്തുൽ ഖദർ. ഈ മനുഷ്യ, നിനക്ക് നഷ്ടപ്പെട്ടു പോയത് ലൈലത്തുൽ ഖദറിൽ നിനക്ക് തിരിച്ചു പിടിക്കാൻ വേണമെങ്കിൽ ഫഇന്നഹാ തഹ്സഹു ബിൽ ഉംർ, നിന്റെ ആയുസ്സിൽ അത് മതിയാകും. ലൈലത്തുൽ ഖദറിനെ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ, ആ ലൈലത്തുൽ ഖദറിൽ നിനക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ഇബാദത്തിൽ മുഴുകി ജീവിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ആയുസ്സിൽ അത് മതിയാകുമെന്ന് മഹാനായ ഇബ്നു റജബ് വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹു നൽകിയ മഹത്തായ സമ്മാനമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന സുദിനം. ആ ലൈലത്തുൽ ഖദർ റമളാനിലെ അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ പ്രതീക്ഷിക്കണമെന്ന് നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ട്. മഹദി ആയിഷ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, ഈ ലൈലത്തുൽ ഖദർ ഈ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്താ റബ്ബേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്? മഹദി ആയിഷയുടെ ചോദ്യത്തിന് പ്രവാചകൻ നൽകുന്ന മറുപടി, ആയിഷ എന്ന് നീ പ്രാർത്ഥിച്ചുകൊള്ളുക. അല്ലാഹുവേ, ഇന്നക അഫൂവൻ, നീ മാപ്പരുള്ളവനല്ലേ, നീ മാപ്പ് ചെയ്യുന്നവനല്ലേ. തുഹിബ്ബുൽ അഫ്വ, മാപ്പരുള്ളവനെ, മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനല്ലേ. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് നീ മാപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ആയിഷ റളിയല്ലാഹു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഈ അവസാനത്തെ 10 ഐതുക്കും മിനന്നാർ, നരക വിമോചനത്തിന്റെ ദിനങ്ങളാണ് നമ്മുടെ മുമ്പിൽ. വളരെ ആത്മാർത്ഥമായി അമലുകൾ ചെയ്യേണ്ട ദിവസം, റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങേണ്ട ദിവസം. നമ്മുടെ നാവിൽ അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ ഇന്നക അഫൂവൻ, നീ മാപ്പരുന്നവനാണല്ലോ, തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യുന്നവനെ ഇഷ്ടപ്പെടുന്നവനല്ലേ, ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന് സ്ഥിരമായി നമ്മൾ പ്രാർത്ഥിക്കുക. സ്ഥിരമായി പ്രാർത്ഥിക്കുക. നമ്മുടെ ഓരോ നമസ്കാര വേളയിലും, നമസ്കാരത്തിന് അവസാന സന്ദർഭത്തിലും, അതേപോലെ എല്ലാ നല്ല സമയങ്ങളിലും റബ്ബിനോട് നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ട സവിശേഷമായ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു ഈ ദിനരാത്രങ്ങൾ, വരാൻ പോകുന്ന ഈ 10 സുദിനങ്ങൾ, ശ്രേഷ്ഠകരമായ ഈ 10 സുദിനങ്ങൾ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുന്ന, അതിലെ എല്ലാ നന്മകളും നേടിയെടുക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനിലെ അവസാനത്തിൽ പെരുന്നാളിന് മുമ്പായി നമ്മൾ ചെയ്ത് തീർക്കേണ്ട മറ്റൊരു ബാധ്യതയാണ് സക്കാത്തുൽ ഫിത്തർ, ഫിത്തർ സക്കാത്ത്. നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ്. അത് നമ്മുടെ നോമ്പിൽ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളെ ഒഴിവാക്കാൻ, മിനൽ ലഗ്വി വൽ ഫറസി, നോമ്പ് എടുത്തുകൊണ്ട് നമ്മുടെ വർത്തമാനത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. ആ കുറവുകളെ നികത്താൻ സക്കാത്തുൽ ഫിത്തർ മതിയാകും. വതുഅമത്തൽ ലിൽ മസാഖീൻ, അഗതികൾക്കുള്ള ഭക്ഷണവും ആയിരിക്കും അതെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിന്റെ ഈ അവസാനത്തെ 10 ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ വല്ലാതെ വ്യതയുണ്ടാക്കിയ, ഹൃദയം വേദനിച്ച ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം, അല്ലാതെ ഫലസ്തീന് മേലുള്ള ഇസ്രായേലിന്റെ കടന്നുകയറ്റം, വളരെ പാവപ്പെട്ട വിശ്വാസികളുടെ മേൽ ബോംബ് വർഷിച്ചുകൊണ്ട് ഇത്രയും ദിവസം സമാധാനത്തോടുകൂടി കഴിഞ്ഞു കൂടിയിരുന്ന ഫലസ്തീൻ ജനതയ്ക്ക് മേൽ ഇസ്രായേലിന്റെ കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുക. ഇരുഹറമകളിലും ഫലസ്തീന് വേണ്ടി വിങ്ങിപ്പൊട്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണത്. എല്ലാ രാത്രിയിലും അവർക്ക് ചെയ്യാൻ പറ്റാവുന്നത്, നമുക്കും ചെയ്യാൻ പറ്റാവുന്നത്, അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ
ഉൻസിർ ഇഖ്വാനിന ഫി ഫിലസ്തീൻ, അല്ലാഹുവേ ഫലസ്തീനിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണത്. നമ്മൾ നിഷ്കളങ്കമായി നമ്മുടെ ഓരോ നമസ്കാര വേളയിലും നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് രാത്രി നമസ്കാര ശേഷമുള്ള ആ സമയങ്ങൾ, സുഹൂറിന്റെ സമയങ്ങൾ, പ്രഭാതത്തിൽ ഒക്കെ നമ്മൾ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന സമയങ്ങളാണ്. ആ സന്ദർഭത്തിൽ ഫലസ്തീനിലെ പാവപ്പെട്ട ജനതയ്ക്ക് മേൽ, വിശ്വാസികൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഉൻസിർ ഇഖ്വാനിന ഫി ഫലസ്തീൻ, അല്ലാഹുവേ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. എല്ലാ സന്ദർഭത്തിലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏകൊരു കാര്യം പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് റമദാൻ. അതുകൊണ്ട് നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടിയും സമയം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിൽ ചില അബദ്ധങ്ങളൊക്കെ നമ്മളിങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി മറ്റേ സുനിത വില്യംസിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് ഈ അബദ്ധ പോസ്റ്റുകൾ, അവരിങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ സ്വയം നമ്മളെ തന്നെ കൊച്ചാക്കി കാണിക്കുന്നത് നമ്മൾ പല വിശ്വാസികളും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഇത് അള്ളാഹുവിന്റെ ദീൻ, അത് ഉയർന്നുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ശത്രുക്കൾ അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ അത് അതിന്റെ സമയം കഴിയുമ്പോൾ വീണ്ടും അതിന്റെ തുടർച്ചയും വളർച്ചയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി അതല്ല, ഒരു ഭാഗത്ത് പ്രയാസങ്ങളും വിഷമതകളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുക, അതിനെ അള്ളാഹു മറുഭാഗത്ത് അതിന്റെ വളർച്ച ഉണ്ടാകും. നമ്മൾ ക്ഷമയോടുകൂടി നമ്മുടെ ദീനിൽ നിലയുറപ്പിക്കുക. നമ്മളോട് ആവശ്യപ്പെട്ട കർമ്മങ്ങൾ, ചെയ്യാൻ ആവശ്യപ്പെട്ട കർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് നല്ല ബോധ്യത്തോടുകൂടി, നല്ല ഉറപ്പോടുകൂടി, മനസ്സിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ അള്ളാഹുന്റെ ദീനിലാണ് ഞാൻ നിലനിൽക്കുന്നത് എന്നുള്ള ഉറപ്പോടുകൂടി നമ്മൾ ഇബാദത്തിൽ മുഴുകി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുക. തീർച്ചയായും അള്ളാഹു ഈ ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും രക്ഷയും സമാധാനവും നൽകുക തന്നെ ചെയ്യും. ഇനി അതല്ല, ഈ ഭൂമിയിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാൽ അപ്പോൾ എന്ത് ചെയ്യണം? ആ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ ക്ഷമയോടുകൂടി, നമ്മുടെ ദീനിൽ, നമ്മുടെ ഈമാനിൽ ഒരു കുറവും വരുത്താതെ ക്ഷമയോടുകൂടി നിലകൊള്ളാൻ കൂടി നമുക്ക് സാധിക്കണം. തീർച്ചയായും പരലോക ലക്ഷ്യമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം, പരലോകത്തുള്ള വിജയമാണത്. അതുകൊണ്ട് ഈ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളോ പരാജയങ്ങളോ അതേപോലെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ സംഭവിച്ചേക്കാം, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും പരലോക മോക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഏത് പ്രയാസഘട്ടത്തിലും ക്ഷമയോടുകൂടി നിലകൊള്ളാൻ നമുക്ക് കഴിയണം. അവസാനം വരെ, ഈ റമദാനിന്റെ അവസാനം വരെയും ഒരു നിമിഷം പോലും ഒഴിവാക്കാതെ അതിന്റെ അവസാനം വരെയും